നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പരിചിതമായ മുഖങ്ങളിലൊന്ന്, ഒരുപക്ഷെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ ഒരു കാതം മുമ്പ് നിൽക്കുന്ന ഒരു നടൻ, വില്ലൻ, നായകൻ, നിർമ്മാതാവ്, സർവോപരി ഒരു രാഷ്ട്രീയക്കാരൻ. ദേവനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ദേവൻ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദേവൻ പറഞ്ഞിട്ടുണ്ട്, പറയാതെ പോയ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ദേവന് പറയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബ്രിട്ടാസിൻ്റെ മുമ്പിൽ വന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ദേവൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഒരുപക്ഷെ അവൻ പോലും ചോദിച്ചിട്ട് പറയാത്ത കാര്യങ്ങളായിരിക്കാം വേണമെങ്കിൽ. ഉണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ജീവിതത്തിലുണ്ടാകും. ഫെറോഷ്യസ്ലി പ്രൈവറ്റാണ്, അതായത് ചില വളരെ കംഫർട്ടബിളായ സ്ഥലത്ത് മാത്രമേ ദേവൻ മനസ്സ് തുറക്കാറുള്ളൂ. തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടു നിൽക്കും, ഒരു ഡിറ്റാച്ച്മെൻറ്റാണ്. സ്വഭാവം അങ്ങനെയാണ് പണ്ട് തന്നെ. തീർച്ചയായിട്ടും അങ്ങനെയാണത്. അത് DNA-യിലുള്ളതാണ്. സുഹൃത്തുക്കളുടെ എണ്ണം കുറവാണ്. വളരെ കുറവാണ്. ഒരു പക്ഷേ ദേവൻ അങ്ങനെ ഒരു ആർത്തിയോട് ഒരുപാട് സുഹൃത്തുക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇല്ല. സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളായിരിക്കും, അല്ലാതെ ഒരു കൺവീനിയൻസിനുള്ള സുഹൃത്തുക്കളെ താല്പര്യമില്ല. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ള ഒരുപാട് എൻ്റേതായ ചില അഭിപ്രായങ്ങൾ, സുഹൃത്തുക്കൾ എന്നെപ്പോലെ തന്നെ ചിന്തിക്കുകയും എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതായിട്ട്. ഞാൻ പറയുന്ന മുഴുവനും യേസ് എന്ന് പറയുക അതല്ല എൻ്റെ സുഹൃത്തുക്കൾ. എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സ്നേഹം വരെ അവരുടെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ ചില കാര്യം എല്ലാവരും വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാൻ എന്താണ്, ഗംഭീരമായിരിക്കുന്നു, ഇതാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതല്ല എനിക്ക് ആവശ്യം. എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പല നല്ല സുഹൃത്തുക്കളും പിന്നീട് ദേവനിൽ നിന്ന് ചിലപ്പോൾ അകന്നു പോയിട്ടുണ്ടാവും. ഉണ്ടാവാം. അതൊന്നും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അകന്നു പോകേണ്ടവരായിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അതായത് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റുകൊണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ തെറ്റുകൊണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഉടനെ അവരെ പോയി കാണുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ബോധപൂർവമായിട്ട് ദേവൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഒരിക്കലുമില്ല. ഒരു വഴിവിട്ടൊരു കാര്യം നേടിയെടുക്കണമെന്ന് അങ്ങനത്തെ ഒരു താല്പര്യം ദേവനില്ല. ഇല്ല, അതൊരു പരാജയമാണ്. ഒരിക്കലും അല്ല. ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു പരാജയമായിട്ട്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല പരാജയമായിട്ട്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഐദർ ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. ലക്ഷ്യമാണ് പ്രധാനം, മാർഗത്തിന് വലിയ പ്രസക്തിയില്ല എന്ന്. പക്ഷെ ആ കാറ്റഗറി ദേവൻ വരുന്നില്ല. ദേവൻ വേണമെങ്കിൽ അങ്ങനെ ഐദർ ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് വേണമെങ്കിൽ ആകാൻ വേണമെങ്കിൽ. എന്തുകൊണ്ട് ദേവൻ അതിന് നിൽക്കുന്നില്ല? തിരിഞ്ഞു നോക്കുമ്പോൾ ദേവൻ്റെ ഒരു കരിയറിൽ, ഇത്രയും ദീർഘകാലത്തൊരു സിനിമ കരിയറിൽ വേണമെങ്കിൽ ദേവൻ ഒന്ന് ട്രാക്ക് മാറ്റിയിരുന്നെങ്കിൽ ദേവൻ എവിടെ എത്താമായിരുന്നു? എൻ്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ എൻ്റെ അപ്രോച്ചിലോ? അതെ, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ എൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നെ മാറ്റാൻ ഞാൻ തയ്യാറില്ല. എൻ്റെ ട്രാക്ക് മാറ്റാൻ തയ്യാറില്ല. ഞാൻ വലിയൊരു സിനിമാ നടനാവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനായിരുന്നു. എൻ്റെ ബാല്യകാലത്തിലോ അല്ലെങ്കിൽ കോളേജ് ലൈഫിലോ ഒരിക്കലും എൻ്റെ ഏറ്റവും വിദൂരമായ ചിന്തയിൽ പോലും ഒരു സിനിമാ നടനാവാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ. സിനിമയിൽ വരുന്നത് വളരെ ഒരു ആക്സിഡൻറ്റിലാണ്. എൻ്റെ സിനിമയിൽ വരുന്നതും പിന്നീട് അതൊരു അഭിനയത്തിലേക്ക് വരുന്നതൊക്കെ വളരെ അപ്രതീക്ഷിതമായ ഒരു ആക്സിഡൻറ്റ് എന്നൊക്കെ പറയും നമുക്കത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ എൻ്റെ നേട്ടങ്ങൾ തന്നെയാണ്, ബോണസാണ്. ദേവൻ ശരിക്കും പറഞ്ഞൊരു പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ചാണ്. യെസ്, അതാണ് കറക്റ്റ്. കാക്കിയാണ് താങ്കൾ ആഗ്രഹിച്ച കളർ. കാക്കി എന്ന് പറഞ്ഞാൽ പോലീസല്ല, പട്ടാളം. റഫായിരിക്കും. ഞാൻ SSLCക്ക് പഠിക്കുമ്പോഴാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഞാൻ അച്ഛനും അമ്മയൊന്നും അറിയാതെ തന്നെയാണ് ഞാൻ അപ്ലിക്കേഷൻ അയക്കുന്നു.
ഞാൻ ബാംഗ്ലൂർ പോയി എഴുതി തോറ്റു. എൻ്റെ ഒരു ഏറ്റവും വലിയ ജീവിതത്തിൽ വലിയൊരു അഭിലാഷമായിരുന്നു ഒരു പട്ടാളക്കാരനാവാനായിട്ട്. അതിനകത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ബേസിക് സാധനം രാഷ്ട്രസ്നേഹം തന്നെയാണ്. എന്നെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ 2 ദിനപത്രങ്ങളുടെ എഡിറ്റോറിയൽ വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, അത് എഴുതണം. അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇത് എഴുതി അച്ഛനെ കാണിക്കണം. അതിൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും വിധത്തിൽ എഴുതിയാൽ മാത്രം പോരാ, അത് വളരെ കൈയക്ഷരം നന്നായിരിക്കണം. എഴുതി അച്ഛനെ കാണിക്കണം. അച്ഛൻ അത് വായിച്ചു നോക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ ഇന്നില്ല. എൻ്റെ അച്ഛൻ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. അതെ, തൃശ്ശൂർ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, APP. അപ്പോൾ അദ്ദേഹം ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഗേറ്റ് തുറന്നാൽ ഈ ഗേറ്റിൻ്റെ ശബ്ദം കൂടാതെ ഞങ്ങൾ ആദ്യം കേൾക്കുന്നത് എഴുതിയോ എന്നുള്ളതാണ്. അപ്പോൾ എഴുതിയൊക്കെ റെഡിയായിരിക്കണം. ആദ്യം വന്ന ചേരുന്നാൽ വായിക്കും അച്ഛൻ. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഉടനെ അത് റീറൈറ്റ് ചെയ്ത് വരാൻ പറ്റും. ഈ എഡിറ്റോറിയൽ കോപ്പി പീഡനമായിരുന്നു, ചെറുപ്പത്തിൽ വലിയ പീഡനമായിരുന്നു. അത് അനുസരിച്ചില്ലെങ്കിൽ എന്താ ശിക്ഷ എന്നറിയാമോ? ഒരു ചെയറുണ്ട് അവിടെ ഇരിക്കാൻ പറയും. അച്ഛൻ പറയുന്നത് വരെ അവിടെ ഇരിക്കണം, എണീക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കും. അപ്പം അമ്മ അവിടെ നിന്ന് നോക്കും. അമ്മ ദയനീയമായി അമ്മോട് പറയും. എന്നിട്ട് പതുക്കെ അമ്മ അച്ഛൻ്റെ അടുത്ത് പോയി റെക്കമെൻഡ് ചെയ്യും. കുറേ നേരമായില്ലേ, വിട്ടൂടെ, അവർ കളിക്കേണ്ട സമയമല്ലേ എന്നൊക്കെ ചോദിക്കും. ഇല്ല, ഇരിക്കട്ടെ, അങ്ങനെ പറയും. അങ്ങനെ അന്നൊക്കെ നമുക്ക് വലിയൊരു പീഡനമായിരുന്നുവെങ്കിൽ കൂടി ഞാൻ എൻ്റെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സോട് കൂടി തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി എനിക്ക് വളരെ ചുരുങ്ങിയ ഒരു ബോധം എനിക്കുണ്ടായി. അച്ഛൻ അപ്പോഴും പറയുമായിരുന്നു, പത്രപാരായണം പൂർണ്ണമാകണമെങ്കിൽ എഡിറ്റോറിയൽ വായിച്ചിരിക്കണം. വായിച്ചാൽ മാത്രം പോരാ, എന്താണത്, ആ എഡിറ്ററുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലാണ് ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാർത്ത വായിക്കുമ്പോൾ, ഒരു വാർത്ത കാണുമ്പോൾ, ഒരു സംഭവം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായ രൂപീകരണത്തിൻ്റെ എൻ്റെ ആദ്യത്തെ ക്ലാസ് എൻ്റെ അച്ഛനിൽ നിന്നാണ് കിട്ടിയത്. ദേവൻ ഇപ്പം പോലും പത്രവായനക്കാരിൽ ഒരു ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ എഡിറ്റോറിയൽ വായിക്കുന്നുള്ളൂ. അതാണ് വലിയൊരു ദൗർഭാഗ്യകരമായ സംഗതിയാണത്. ഒരുപക്ഷെ വളരെ ചെറുപ്പകാലത്ത് തന്നെ സീരിയസ് ആയിട്ടുള്ള പ്രതിപാദനങ്ങൾ ഇതുപോലെ വായിക്കാൻ അവസരം കിട്ടിയതായിരിക്കാം ദേവനൊരു സൗഭാഗ്യം. ദേവൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിട്ടുള്ള ആശാ ശരത്ത് നമ്മോട് കൂടെ ഒരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നമസ്കാരം ദേവേട്ടാ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് JB ജംഗ്ഷനിൽ ദേവേട്ടനെ കാണാൻ സാധിച്ചതിൽ. എനിക്ക് ചോദിക്കാൻ വലിയ ചോദ്യമൊന്നുമല്ല, പക്ഷെ ദേവേട്ടനെ കുറിച്ച് ഞാൻ അറിഞ്ഞതും ഞാൻ കേട്ടിട്ടുള്ളതും ഒരുപാട് പത്രങ്ങൾ വായിക്കുന്ന, ഒരു ദിവസം 7 പത്രത്തിൽ കൂടുതൽ വായിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ദേവേട്ടൻ ഒരുപാട് പത്രങ്ങൾ വായിക്കുന്നത്, ഒരുപാട് രാഷ്ട്രീയ സ്വപ്നങ്ങളുണ്ട്. പല വേദികളിലും ദേവേട്ടൻ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ദേവേട്ടനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അങ്ങനൊരു വേദി കിട്ടിയിട്ടുണ്ടോ? ഇത്രയൊക്കെ പത്രം വായിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്ന ദേവന് പ്രതികരിക്കാൻ വേണ്ട വേദികൾ മതിയായി ലഭിക്കുന്നില്ല എന്ന്. വളരെ ശരിയാണ്. എൻ്റെ പ്രതികരണ ശേഷി താങ്ങാനുള്ള വേദി വളരെ കുറവാണ്. അതിനുള്ള വേദി എനിക്ക് കിട്ടുന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇത് ആശ പറയുന്നത് കറക്റ്റാണ്. വസ്തുതയിൽ ഈ ഒരുപാട് ഞാനിപ്പോൾ ഈ എഡിറ്റോറിയൽ വായിക്കുക മാത്രമല്ല, ഇപ്പോൾ അതായത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എഡിറ്റോറിയൽ കട്ട് ചെയ്ത് വെക്കും. ഇന്നും എൻ്റെ വർഷങ്ങളായിട്ടുള്ള എഡിറ്റോറിയലിൻ്റെ കോപ്പീസ് എൻ്റെ കയ്യിലുണ്ട്. റെഫർ ചെയ്യും ഞാൻ, പണ്ട് എന്ത് നടന്നു, ആ എഡിറ്ററുടെ ഒപ്പീനിയൻ എന്താണ്, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഈ സംഭവവും ആ സംഭവവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ എഡിറ്റോറിയൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പ്രതികരിക്കുന്ന, അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ഒരു അഗ്നിപർവ്വതമുണ്ട്, പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ അഗ്നിപർവ്വതം. ദേവൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, പറഞ്ഞ കുഴപ്പമില്ലല്ലോ.
ദേവൻ എപ്പോഴും ഒരു അസംതൃപ്തിയുണ്ട്, അസ്വസ്ഥത. ആ അസ്വസ്ഥത വെച്ചാൽ ദേവൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല, ഒരിക്കലും അല്ല. അതിനെക്കുറിച്ച് താങ്കൾക്കൊരു വേവലാതിയില്ല. ഐ നോ വെരി ക്ലിയർ. പക്ഷേ ചുറ്റും സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ സംഭവിക്കാത്തതിലുള്ള, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിലുള്ള ഒരു അസ്വസ്ഥത എപ്പോഴും ദേവൻ്റെ ശബ്ദത്തിലുണ്ട്. ശരിയായ ജഡ്ജ്മെൻ്റാണത്. ഒരു സിനിമാ വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ചെറിയൊരു ഇൻ്റർഫേസ് ഒരു മീറ്റിങ്ങിലുണ്ടായിരുന്നു. വളരെ സെൻസിബിളായിട്ടുള്ള ഒബ്സർവേഷനാണ് ദേവൻ നടത്തിയത്. ഒരുപക്ഷെ ഈ സിനിമാ വ്യവസായത്തിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് വളരെ വീറോടെ സംസാരിക്കുന്ന ആൾക്കാർ പോലും വിസ്മരിക്കുന്നത് അതിൻ്റെ ചേരുവകയിലെ അസമത്വം. ദൈവം വളരെ യുക്തിപൂർവ്വം അവിടെ പറഞ്ഞു. ആ പ്രശ്നം, ആ ജനസിസിലുള്ള പ്രശ്നം പരിഹരിക്കാതെ ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണില്ല. ഈ അസ്വസ്ഥത പലപ്പോഴും അപൂർവമായിട്ട് പ്രകടിപ്പിക്കാൻ ദേവന് ചിലപ്പോൾ വേദികൾ കിട്ടാറുണ്ടോ? വളരെ അപൂർവം. വേണം ഒരു വേദിയും കാണിച്ചു തരാം. ഒരുപാട് വികസനങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. നാടിന് വേണ്ടി വികസനം ചെയ്യുന്നു, ക്ഷേത്രങ്ങൾക്ക് ചെയ്യുന്നു, ദേവാലയങ്ങൾക്ക് വേണ്ടി വികസിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ വികസനത്തിന്റെ ആവശ്യം മനുഷ്യന്റെ മനസ്സിന്റെ വികസനം, അത് നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിന്റെ വികസനത്തിന് വേണ്ടി, ഈ മനുഷ്യന്റെ മനസ്സിന്റെ വികസനത്തിന് വേണ്ടി ചെയ്താൽ, മനുഷ്യന്റെ മനസ്സ് വികസിച്ചാൽ ഇവിടെ സർവ്വ വിധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് എൻ്റേത്. ദേവന്റെ മനസ്സിലെ ഈ അഗ്നിപർവ്വതം എപ്പോഴെങ്കിലും പൊട്ടുമോ? അഗ്നിപർവ്വതം എൻ്റെ മനസ്സിൽ മാത്രമല്ല. ഇന്ന് ജോൺ ബിട്ടാസിനെ അറിയാം. നമ്മുടെ നാട്, എസ്പെഷ്യലി കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സഞ്ചരിച്ചതാണ്. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയ ഒരാളാണ്, കേരള പീപ്പിൾസ് പാർട്ടി. അതിൻ്റെ ഒരു സർവേ ഞാൻ ആദ്യം നടത്തി. വെറുതെ ചാടി ഉണ്ടാക്കിയതല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി. എല്ലാവരും ധരിച്ച് കുറേ കാലം സിനിമയിൽ അഭിനയിച്ചു, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി. അയാൾക്ക് എന്തെങ്കിലും MLA ആവാനോ MP ആവാനോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ആവാനോ ആയിരിക്കാം എന്നൊക്കെയാണ് പൊതുവെയുള്ള സംസാരങ്ങൾ. അതല്ല സത്യത്തിൽ. ചെറുപ്പകാലത്തിൽ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു അസ്വസ്ഥതയുണ്ട്. ഈവൻ എൻ്റെ സ്കൂൾ ലൈഫിൽ തന്നെ, അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ വന്ന് എൻ്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ്. ഞാൻ ഇപ്പോഴും ആ അസ്വസ്ഥത മാറിയിട്ടില്ല. അതാണ് എൻ്റെ വലിയൊരു പ്രശ്നം. എന്തുകൊണ്ട് ഇങ്ങനെയാവുന്നു? ഞാൻ പ്രതീക്ഷിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ഇവിടെ. എൻ്റെ ഫാമിലി ഒരു കോൺഗ്രസ് ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അമ്മയുടെ ഫാമിലി അതെ, അച്ഛൻ്റെ ഫാമിലി അതെ, എല്ലാവരും കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അന്ന് മുതൽ എനിക്ക് അത് സ്വാഭാവികമായിട്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനായി. അല്ലാതെ അത് ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, കുടുംബത്തിൻ്റെ ഒരു സാധനം. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചത് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലാണ്. അവിടെ രാഷ്ട്രീയമില്ല അതിനകത്ത്. പക്ഷേ അന്നത്തെ ഹെഡ് മാസ്റ്റർ ബാലചന്ദ്ര രാജ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇവിടെ രാഷ്ട്രീയം പാടില്ല. ഞങ്ങൾ ഇവിടെ കളേഴ്സാണ്, യെല്ലോ, റെഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ് 4 ഗ്രൂപ്പുകളുണ്ടാവും. അത് അവർ തമ്മിലാണ് മത്സരം. അത് ഈ ക്യാമ്പസിനകത്ത്, ഈ സ്കൂളിനകത്തുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, ആനിവേഴ്സറി എങ്ങനെ കണ്ടക്ട് ചെയ്യാം, ആർട്ട് യൂണിയൻ എങ്ങനെ കണ്ടക്ട് ചെയ്യാം, അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ, അവിടെ ക്ലാസ്സസ് ബുക്ക് ഉണ്ടാക്കുക, അങ്ങനെ ഈ ആനിവേഴ്സറിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുകൾ. അങ്ങനെ ഇലക്ഷനുണ്ട്, അവിടെ ഇലക്ഷനുണ്ട്. ഇലക്ഷൻ ജയിക്കും തോൽക്കും. അപ്പോൾ അവിടെ ഒരു അസംബ്ലി ഉണ്ട്, ഒരു ഭരണപക്ഷം, ഒരു പ്രതിപക്ഷം ഒക്കെ ഉണ്ട്. അന്ന് മുതലേ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പോൾ അവിടെ സമരങ്ങളില്ല. അപ്പോൾ സമരങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു 1/2 കിലോമീറ്റർ പോയാലാണ് സെൻറ്റ് തോമസ് കോളേജ് ഹൈസ്കൂൾ. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ ഭയങ്കര സമരം നടക്കുന്നത്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി സമരം കാണാൻ പോകും. എന്താണ് സമരം എന്നുള്ളതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം കൂട്ടുകാരെ കൂടിയിട്ട് സമരം കാണാൻ പോകുന്ന വഴിക്ക് ഒരു സെൻറ്റ് മേരീസ് കോളേജ് ഉണ്ട്, സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ ഉണ്ട്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ് വരെ കോൺവെൻറ്റിലാണ് പഠിച്ചത്, സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂൾ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഈ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ ദൂരക്കാഴ്ചയായിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ
സെൻറ് തോമസ് കോളേജിൻ്റെ ഗേറ്റിൽ ഭയങ്കരമായിട്ട് കമോഷൻ നടക്കുന്നു, അടിപിടി ബഹളങ്ങളും ആൾക്കാർ ഓടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ഒരു ചുവന്ന പോസ്റ്റ് ബോക്സ് ഉണ്ട്, പണ്ടത്തെ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ, ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ട്. അവിടെ ഒരു വെളുത്ത് മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മറ്റുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിനിടയിൽ ഒരുപാട് മർദ്ദനമേറ്റുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ചോര വരുന്നുണ്ട്, ഷർട്ടെല്ലാം കുറച്ച് ആൾക്കാരെ പിടിച്ച് ചീന്തുന്നു. എന്നിട്ടും പ്രതികരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇതാണോ സമരം? അപ്പം ഞാൻ ആദ്യം കാണുന്ന സമരം അടിപിടിയാണ്, മനസ്സിലല്ലേ? പിൻകാലത്ത് എനിക്ക് മനസ്സിലായത് അദ്ദേഹമാണ് VM സുധീരൻ എന്ന ഇപ്പോഴത്തെ നമ്മുടെ നേതാവ്, ഈ കോൺഗ്രസിൻ്റെ നേതാവ്, എൻ്റെ നേതാവല്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ വളരെ ഒരു അഭിമാനവും ഒരുതരം ഞാനൊരു ഫാനായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് VM സുധീരൻ്റെ പാർട്ടിയിൽ ചേരുക എന്നുള്ളതാണ്. സെൻറ് തോമസ് കോളേജ്. അതെ, KSUവിൽ ഞാൻ വളരെ സജീവമായി പ്രവർത്തിച്ചു. അപ്പോൾ ആ ഒരു അസ്വസ്ഥത എവിടെ വെച്ചിട്ടാണ് കോൺഗ്രസുമായിട്ട് വഴിപിരിയുന്നത്? അന്നൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 5 വർഷം വളരെ സജീവമായി, വളരെ അഗ്രസീവായിരുന്നു ഞാൻ. അടിപിടി ഉണ്ടാകാറുണ്ട്. ഞാൻ സ്വന്തം അടി കൊടുക്കാറുണ്ടോ? വാങ്ങാറുണ്ട്. ഞങ്ങൾ ഒരുപാട് കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കോളേജ് കഴിഞ്ഞപ്പോൾ, കോളേജിൻ്റെ ഞാൻ BSc എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വെച്ചാൽ ഇനിയിപ്പോൾ അന്നൊക്കെ വലിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായത് ഉമ്മൻചാണ്ടി, AK ആൻ്റണി, VM സുധീരൻ, അങ്ങനെ തുടങ്ങിയ വയലാരവിയൊക്കെ വലിയ നേതാക്കന്മാരാണ്. അപ്പോൾ എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ ഇവരൊക്കെ ഭരണതലത്തിൽ വന്നാൽ കേരളത്തിനൊരു പുതിയ സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാവും എന്ന് വിചാരിച്ചു. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. പിന്നെ ഞാൻ NDA എന്ന് പറഞ്ഞല്ലോ, NDAയിൽ പോയി തോറ്റു. രണ്ടാമത് ഞാൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആർമിയിൽ ചേരാനായിട്ട് പിന്നെയും ശ്രമിച്ചു. എൻ്റെ ആഗ്രഹം അതാണ് പിന്നെയും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ചെന്നൈയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് അവിടെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു മേജർ രത്നാചലത്തിൻ്റെ കീഴിലുള്ള ഈ ഷോർട്ട് സർവീസ് കമ്മീഷന് പോകുന്ന കാൻഡിഡേറ്റ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈസ് കേണൽ മേജർ രത്നാചലം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 14 days ഇൻറ്റൻസീവ് കോഴ്സാണ്. അത് കഴിഞ്ഞാലാണ് ബാംഗ്ലൂർ പോയിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഞങ്ങൾ 13 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സമയത്ത് മുഴുവനും എല്ലാ ടെസ്റ്റുകളിലും ഞാൻ 1ാം സ്ഥാനം. ഈ ആർമിയിൽ പോകാനുള്ള ടെസ്റ്റുകളുണ്ടല്ലോ, അതൊക്കെ അവിടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബാംഗ്ലൂർ പോകുന്നു. ഫസ്റ്റ് ഡേ തന്നെ ടെസ്റ്റിൽ ഐ വാസ് റിജക്റ്റഡ്. അത് പറ്റി അറിയില്ല, എനിക്കറിയില്ല. അതാണ് ഫേറ്റ് എന്ന് പറയുന്ന സാധനം. അന്ന് രാത്രി ഞാൻ കരഞ്ഞുകൊണ്ട് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇരുന്നിട്ട് ഞാൻ കരയാണ്. അപ്പം ഞാൻ അതായത് BSc വരെ ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഒരു ആർമി ഓഫീസറാവണം. അതെല്ലാം തകർന്നടിഞ്ഞു പോയി എന്നുള്ളത് എൻ്റെ ധാരണ. എൻ്റെ അപ്പോഴത്തെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം ചെന്നൈ വന്ന് നേരിട്ട് ഞാൻ ഈ മേജർ രത്നാചലം സാറിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം എന്നെ കണ്ട, വാട്ട് ഹാപ്പൻ ടു യു മാൻ? ഞാൻ സ്റ്റാർട്ട് ക്രൈങ്. ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു. ഞാൻ പൊട്ടിക്കരയുമ്പോൾ ഇദ്ദേഹം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഡോണ്ട് ട്രൈ അഗെയിൻ, ഡോണ്ട് അറ്റംപ്റ്റ് അഗെയിൻ. ഐ തിങ്ക് യുവർ ഫേറ്റ് ഈസ് സംതിങ് എൽസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇതാണ് അദ്ദേഹം ഇപ്പോഴും ഞാൻ കളിക്കുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ഡോണ്ട് അറ്റംപ്റ്റ്. അതായത് നിങ്ങൾ ഇതിന് യോഗ്യനാണ്, സർവ്വതാ യോഗ്യനാണ്, പക്ഷേ നിങ്ങളുടെ വര വേറെ എവിടെയാണ്. ഗോ. അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടാണ് എൻ്റെ ഈ ജീവിതം തുടങ്ങുന്നത്. ദേവൻ കിട്ടിയത് അവതരിപ്പിക്കുന്ന വെള്ളം. ദേവൻ മറക്കാൻ ആഗ്രഹിച്ചാലും ഞങ്ങൾ മറക്കുന്നില്ല. അത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. എന്നും ഞാൻ ഓർക്കുന്നൊരു സംഗതിയാണ് വെള്ളം. ദേവൻ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചു ഞങ്ങൾ ഈ വെള്ളം ഇവിടെ കൊണ്ടുവരുന്നു? ഇല്ല, തീരെ പ്രതീക്ഷിച്ചു. അത് ആരും കാണാത്ത, ഒരുപാട് ആൾക്കാർ കാണാത്തൊരു സിനിമയാണ്. പക്ഷേ അപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ട ഏറ്റവും നല്ല സിനിമ
അല്ലെങ്കിൽ MT വസുദേവൻ നായർ ഹരിഹരൻ ടീമിൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം വെള്ളം എന്ന സിനിമയാണ്. ചെമ്മീനിന് ശേഷം താങ്ക് യു സോ മച്ച്. ഈ കുട്ടികളൊന്നും കണ്ടിട്ടില്ല, കാണണം ആ പടം. അതായത് ചെമ്മീനിന് ശേഷം മലയാള സിനിമയ്ക്കൊരു ലാൻഡ്മാർക്ക് ആകാൻ പറ്റിയൊരു സിനിമയാണ്. എന്ത് പറ്റി ദേവൻ ആ വെള്ളമെടുത്ത് വെള്ളത്തിലായി. അല്ല, ഞാൻ വെള്ളമെടുത്ത് ഞാനൊരു സിനിമ നടനായി എന്ന് ഞാൻ പറയുന്നത്. ഇതൊരു സർവകലാശാല ആയിരുന്നു. സർവകലാശാല. പക്ഷെ ഇതിൻ്റെ ദാരിദ്ര്യമാണ് വെള്ളം എന്ന സിനിമയുടെ ഡിസാസ്റ്റർ. അന്നത്തെ നിരക്കിൽ ഒരുപക്ഷെ ഈ വെള്ളത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ചില സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ആ കാലഘട്ടത്തിൽ ഇത്രത്തോളം സാങ്കേതിക മേന്മയുള്ള മറ്റൊരു പടം ഉണ്ടായിരുന്നില്ല. ആ പടം പരാജയപ്പെടാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഒരുപക്ഷെ ദേവനയോട് ആർക്കോ എന്തോ ഒരു ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ടാകും. ദേവൻ്റെ മുമ്പിൽ ദേവന്മാർ സംപ്രീതനായിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊന്നുമില്ല, അതല്ല കാര്യം. അതിനകത്ത് എൻ്റെ കുറ്റങ്ങൾ കുറച്ചുണ്ട്. അതിനകത്ത് എൻ്റെ കുറ്റം എന്ന് വെച്ചാൽ, ഒന്നാമത് എൻ്റെ പ്രായം, എൻ്റെ ഇൻഎക്സ്പീരിയൻസ്. ഈ വെള്ളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ദേവൻ്റെ ഇൻഎക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പക്ഷേ സിനിമയുടെ മറ്റു വശങ്ങളെക്കുറിച്ച് ദേവൻ ബോധവാനായിരുന്നില്ല. സിനിമ സക്സസ് ആകണമെങ്കിൽ സിനിമ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, സിനിമ പ്രൊമോട്ട് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്യണം. അതിനെ പറ്റിയിട്ടുള്ള ധാരണ എനിക്ക്. അവിടെയാണ് ദേവൻ പൊളിഞ്ഞത്. ഇനി വെള്ളം ഒരു സുഹൃത്തിനെ കൊണ്ടുവരട്ടെ. ദേവൻ നടനാകുന്നതിന് മുമ്പ് ഒരു ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ ഏകോപനത്തിൽ പങ്കാളിയായിരുന്നു. MT ഹരിഹരനും കൂടെ ചേർന്നൊരുക്കിയ വെള്ളം. അവിടെ നിന്ന് കൂടി കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒരുപക്ഷെ ആത്മബലം നൽകിയിട്ടുണ്ടാകാം. ദേവൻ പിന്നീട് അഭിനേതാവായി കടന്നു വരുന്നത് വളരെ രൂപസൗഭഗമുള്ള ഒരു ശരീരഭാഷ സ്വന്തമായിരുന്നത് കൊണ്ട് മറ്റ് പരിമിതികൾ അതിലംഘിച്ചുകൊണ്ട് തന്നിൽ ഏൽപ്പിക്കുന്ന കഥാപാത്രങ്ങളെ പ്രേക്ഷക പ്രീതിക്ക് വശംവദമാകുന്ന വിധം ഭംഗിയായി അവതരിപ്പിക്കുവാൻ ദേവൻ എന്നും ബദ്ധശ്രദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലെ വളർച്ചയുടെയും വിജയത്തിൻ്റെയും മൂലധനം എന്ന് പറയുന്നത് ആ മനസ്സാണ്. ജോൺ പോൾ പറയാതെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, വെള്ളത്തിലായതുകൊണ്ടാണ് ദേവൻ ഒരു നടനായി മാറിയത്. അതല്ലെങ്കിൽ ദേവൻ വേണമെങ്കിൽ വേറൊരു ലെവലിലേക്ക് വേണമെങ്കിൽ ട്രാൻസെൻഡ് ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും പൈസയെല്ലാം പോയി, ദാരിദ്ര്യമാണ്. പറഞ്ഞു, ആ ദാരിദ്ര്യമാണ് എൻ്റെ സിനിമ നടനാക്കിയത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ വിക്ടർ ലീനസാണ് ഈ നോവൽ വായിച്ചത്. ഞാൻ ഒരുപാട് അന്നും വായിക്കുമായിരുന്നു. നോവൽ വായിച്ചിട്ട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ വന്നപ്പോൾ പറഞ്ഞു, എടോ ഒരു ബുക്ക് കിട്ടി, അതൊന്ന് വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ NN പിഷാരയുടെ നോവൽ തന്നു. ഞാനത് വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ അത് ഞാൻ ആ സിനിമ അല്ല ആ ഒരു നോവൽ സിനിമയാക്കിയാൽ എങ്ങനെ ഇരിക്കുന്നില്ല എൻ്റെ വിഷ്വലൈസ് ചെയ്തു ഞാനത്. ആ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഒരു കാലഘട്ടത്തിൻ്റെ ഇതാണ്. അതായത് 50കളിൽ നിന്നും അല്ലെങ്കിൽ 40കളിൽ നിന്നും 70-75 വരേക്കുള്ള കേരളത്തിൻ്റെ ഒരു വളർച്ചയാണ്. അതായത് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയും ഇതിനകത്തുണ്ട്, ഈ സാധനത്തിനകത്തുണ്ട്. ഒരു പ്രളയത്തിൽ തറവാട് പോലും മുങ്ങുന്നത് ഒരുപക്ഷെ പിന്നീട് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച ടൈറ്റാനിക് എന്നുള്ള ഒരു സിനിമയിൽ ഇന്ന് അനുവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനുവർത്തിച്ച ഒരു സാങ്കേതിക മിഴിവും അല്ലെങ്കിൽ ആ ഒരു ഭീതിജനകമായിട്ടുള്ള ദൃശ്യങ്ങളെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്ന ഒരു വിഷ്വലൈസേഷൻ അവിടെ ചെയ്തു. അന്നത്തെ നിലയ്ക്ക് നല്ല പണം മുടക്കി. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു നോവൽ, ഈ ഒരു സബ്ജക്റ്റ് സിനിമയായി കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്, ഒരു പാഷനാണ്, ഒരു ലവാണ്. എനിക്ക് ആ സബ്ജക്റ്റിനോട് ഞാൻ പ്രണയിക്കാൻ തുടങ്ങി ആ സബ്ജക്റ്റിനെ. ബാക്കി കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളെല്ലാം പകുതി വെച്ച് താങ്കളെ വിട്ടോടി. നാച്ചുറലി. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇതിനൊരു അന്തമില്ലാത്തൊരു പോക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞാൻ ഏറ്റെടുത്തൊരു സാധനമാണെങ്കിൽ കലഹിച്ചു, അത് ഞാൻ തീർത്തിട്ടേ പറയും. പിന്നെ കലഹിച്ചു, പ്രശ്നങ്ങളുണ്ടായി, കേസ് വന്നു, കോടതിയിൽ കയറി, എൻ്റെ കാല് വെട്ടാനായിട്ട് ഒരാൾ ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കാലില്ലാത്ത ദേവൻ എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അത് ഞാൻ ടേക്ക് ഓവർ ചെയ്തു.
അപ്പം അതൊക്കെ എൻ്റെ ഒരു പാഷനാണ്. എൻ്റെ ആ ഒരു അന്ന് എത്രയായിരുന്നു വയസ്സ് ദേവൻ്റെ? 23 വയസ്സ്. 23 വയസ്സ്. ഒരുപക്ഷെ ആ ഒരു പ്രായത്തിൽ സിനിമാ വ്യവസായത്തിലെ ഒരാളും ഏറ്റെടുക്കാത്തൊരു ഭാരമാണ്. ഭയങ്കര ഭാരമായി. അത് ഭയങ്കര വേണമെങ്കിൽ ദേവൻ തകർന്നു പോകുമായിരുന്നു, വേണം ആത്മഹത്യ ചെയ്യാമായിരുന്ന ഒരു ദുരന്തമായിരുന്നു അത്. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല. ആത്മഹത്യനെ പറ്റി ചിന്തിക്കുന്ന ഒരാളല്ല. പക്ഷെ മറ്റുള്ള ആൾക്കാർ ദേവനെ കൊല ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. അത് ശരിയാണ്. ഞാനത് അതിൻ്റെ സ്പിരിറ്റിലെടുത്തു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അന്നത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരിപ്പോൾ ഇന്ന് ചില ആൾക്കാർ അമേരിക്കയിൽ അവിടെയൊക്കെ ഉണ്ട്. അതിനകത്തൊരു രവി എന്നൊരു ഒരാളുണ്ട്. രവി ഇപ്പം സ്റ്റേറ്റ്സിലാണ്. അന്നൊക്കെ രവി പറയായിരുന്നു, ഞാൻ ഈ തകർന്ന് തരിപ്പടമായി വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ രവി തനക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ്. രവിയോട് എപ്പോഴും ചോദിക്കും, തന്നൊരു അത്ഭുത ജന്തുവാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ തകർന്ന് തരിപ്പടമായി റോഡിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തി സുഖമായിട്ട് കൂർക്കം വലിച്ചു പറഞ്ഞു. അതായത് ഞാൻ ആ ചാരത്തിൽ നിന്നും അടുത്ത ഫിനിക്സ് പക്ഷിയുടെ പോലെ പിറ്റേ ദിവസം ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. വെള്ളത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അതിൻ്റെ ബാക്കി പത്രം. ദേവേട്ടനല്ല, മോഹൻ ചേട്ടൻ എന്നാണ് ഞങ്ങൾക്കറിയപ്പെടുന്നത്. ദേവനുള്ള സിനിമയിലുള്ളവർക്കാണ്, നമുക്കൊക്കെ മോഹൻ ചേട്ടനാണ്. ദേവേട്ടൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ വെള്ളം പടത്തിലെ ഹീറോയിനാണ് ഞാൻ. മാത്രമല്ല ദേവേട്ടൻ അഭിനയിക്കാൻ വന്നപ്പം ദേവേട്ടൻ്റെ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദേവേട്ടൻ്റെ ഫസ്റ്റ് ഹീറോയിൻ ഞാനാണ്. അപ്പം അത് ഓർത്ത് ദേവേട്ടന് 25 വർഷം ആഘോഷിക്കുന്ന സമയത്തേക്ക് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ചേട്ടൻ എന്നെ മോളെ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് വരെ എന്നെ മേനക എന്ന് വലുതായിട്ട് വിളിച്ചിട്ടില്ല, മോളെ എന്നാണ് വിളിക്കുന്നത്. ദേവേട്ടൻ എന്താ പറയുക, ദേവേട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ ദേവേട്ടനെ കുറിച്ച് പറയുന്നേക്കാൾ ദേവേട്ടനായിരിക്കും എന്നെക്കുറിച്ച് കൂടുതൽ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മേനക അത് മറന്നിട്ടില്ല. എൻ്റെ ആദ്യത്തെ നായികയാണ്. ആ പടമാണ് നമ്മുടെ രാജസേനനാണ് ഡയറക്റ്റ് ചെയ്തത്. പിന്നെ തുളസിദാസാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്തത്. അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതിൻ്റെ എല്ലാം കാര്യം ചെയ്തത്. അതിനകത്ത് ഞാൻ മേനകയുടെ നായകനായിട്ട് അഭിനയിച്ചു. മേനക പക്ഷേ ദേവൻ്റെ ആ ഊഷ്മളമായ പെരുമാറ്റത്തെ ഒരിക്കലും മറന്നിട്ടില്ല. തീർച്ചയായിട്ടും എപ്പോഴും കണ്ടാലും വളരെ സ്നേഹത്തിലാണ്. സിനിമയിൽ അങ്ങനെയുള്ള സ്നേഹമൊക്കെ വളരെ അപൂർവമല്ലേ ദേവ? അപൂർവമാണ്, കറക്റ്റാണ്. പക്ഷെ ചില പേരൊക്കെ ഉണ്ട് ഇപ്പോഴും ആ ഒരു. എത്രയോ ആൾക്കാർ ദേവനെ കണ്ടിട്ട് മോഹൻ തിരിച്ച് നടന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യം എന്താ കാര്യം? അതായത് നോക്കിയിട്ടില്ല, ഇടം കണ്ടിട്ട്. കാരണം എന്നറിയോ, ഈ കളം, അതായത് സിനിമയായാലും രാഷ്ട്രീയമായാലും വിജയിക്കുന്നതിൻ്റെ കളിക്കളമാണ് രണ്ടും. സക്സസ് വിജയിയുടെ കളമാണത്. കളമാണ്. പരാജിതന് ആ ഭാഗത്തേക്ക് സ്ഥാനമില്ല. വിന്നർ ടേക്സ് ഓൾ. ആ സമയത്ത് നമ്മൾ പോയിട്ട് എന്താ കാര്യം? ഒരു പക്ഷേ ആ പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരന് താങ്ങാൻ പറ്റുന്ന ഒരു ഘട്ടമല്ല ദേവൻ അതിജീവിച്ചു. തീർച്ചയായിട്ടും. അതിൽ നിന്ന് എന്ത് പാടാ ദേവൻ ഉൾക്കൊണ്ടത്? ഒരു ലെസൺ ഉണ്ടാവുമല്ലോ, ഒരു ട്രാജഡി തരുന്ന. കൂടുതൽ ശക്തനായി എൻ്റെ മാനസികമായിട്ട് ഞാൻ കൂടുതൽ ശക്തനായി. പിന്നെ പരാജയങ്ങളെ എങ്ങനെ ഏറ്റുവാങ്ങണം എന്ന് ഞാൻ പഠിച്ചു. ഇപ്പോൾ എനിക്കൊരു പരാജയം ഒരു പ്രശ്നമേ അല്ല. ഒന്ന് പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നില്ല. അതുപോലെ അതായത് പരാജയപ്പെടുന്ന എപ്പോഴാണ് നമ്മൾ പരിശ്രമം നിർത്തുമ്പോഴാണ് പരാജയം. ഞാൻ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈവൻ എൻ്റെ രാഷ്ട്രീയത്തിൽ. അതാണ് എൻ്റെ കൈവിടാത്ത നിശ്ചയദാർഢ്യം. നമ്മൾ തമ്മിലൊന്ന് ഏറ്റുമുട്ടി. എൻ്റെ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഏറ്റുമുട്ടി. നമ്മൾ തമ്മിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. അതിനകത്ത് അവസാനത്തെ ചോദ്യം എന്നോട് ചോദിച്ചു. അത് മുഴുവൻ രാഷ്ട്രീയമാണ് ചോദിച്ചത്. ഇത് ഞാൻ അന്ന് താങ്കൾ കേരള പീപ്പിൾസ് പാർട്ടി ലോഞ്ച് ചെയ്തിട്ട് ട്രിവാൻഡ്രം വെസ്റ്റിൽ മത്സരിക്കുമ്പോൾ ഞാൻ എൻ്റെ ക്യാമ്പയിനിങ് നേരിട്ട് വേർത്ത് കുളിച്ചിട്ട് വന്ന നല്ല ഓർമ്മശക്തി. യെസ്. എൻ്റെ അടുത്ത് ചോദിച്ചു ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യമില്ല, ഞാൻ എൻ്റെ ക്യാമ്പയിനിൽ നിന്ന് വരുന്നത് ഇത് വേർപ്പോട് കൂടി തന്നെ ഇരിക്കണം. യു അപ്രീഷിയേറ്റഡ് ദാറ്റ്. തീർച്ചയായിട്ടും. അല്ലാതെ ദേവൻ്റെ ആ ഒരു എന്താ കാര്യം, ദേവൻ അപ്പോഴേക്കും വേറൊരു ലെവലിലേക്ക് ട്രാൻസെൻഡ് ചെയ്തിരുന്നു, റീമോൾഡ് ചെയ്യപ്പെട്ടിരുന്നു. സാധാരണ സിനിമാക്കാർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലെവലല്ല വന്നു കഴിഞ്ഞാൽ. ഈ അന്ന് അവസാനത്തെ ചോദ്യം എന്തായിരുന്നു അറിയാം?
അതാണ് ഭയങ്കര ചോദ്യങ്ങളായിരുന്നു എന്നെ ചോദിച്ചത്. അതെ. അതിനൊക്കെ ഞാൻ ആൻസറും പറഞ്ഞു. അവസാനത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഞാൻ പറഞ്ഞു 1000 തിരഞ്ഞെടുപ്പുകളിൽ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞു. അവിടെയാണ് ഫ്രീസ് ചെയ്തത്. അവിടെ ഫ്രീസ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് ആ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നത് മുഴുവനും ഫോറിൻ കൺട്രീസിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു ആ ആൻസറിന്. വരട്ടെ ഒരാൾ. എൻ്റെ സിനിമാ സുഹൃത്തുക്കളിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു 5-6 പേരിൽ ഒരാളാണ് ദേവൻ. അത് ദേവനും അറിയാമല്ലോ അല്ലേ? എനിക്ക് ദേവനോട് ചോദിക്കാനുള്ള ചോദ്യം ദേവൻ്റെ രാഷ്ട്രീയമാണ്. അതായത് ഇപ്പം ഇന്ത്യയിൽ 1100 1160 1200 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ ദേശീയ പാർട്ടികൾ ഒരു 6-7 ഉണ്ട്. ഇതുകൂടാതെ പ്രാദേശിക പാർട്ടികൾ തന്നെ 47-50 ഉണ്ട്. പിന്നെയാണ് ബാക്കിയുള്ള പാർട്ടികൾ. ഇത്രയും പാർട്ടികളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ജനസേവനമാണ്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണുള്ള രാഷ്ട്രീയം. അതിനിടയ്ക്ക് പിന്നെ ദേവൻ സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ പ്രസക്തി എത്രമാത്രം ഉണ്ടെന്നാണ് താങ്കളുടെ ഒരു വിശ്വാസം? അതിൻ്റെ ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? താങ്കൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? വളരെ നല്ല ക്വസ്റ്റ്യനാണ്. അതെ, കാരണം അത് കുട്ടന് ചോദിക്കാൻ പറ്റുമെന്ന്, കാരണം കുട്ടന് എന്ത് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന അത്ര സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരുപാട് അടിത്തറയുള്ള രാഷ്ട്രീയം. അതിൻ്റെ ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അനൗൺസ് ചെയ്യുന്നത് തന്നെ ഒരുപാട് അസ്വസ്ഥതകളുടെ അല്ലെങ്കിൽ ഭയങ്കരമായി പ്രതികരണ കൂടി വന്ന് അതൊരു വയലൻസിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ്. എൻ്റെ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പറഞ്ഞു, എന്തെങ്കിലും സംഘടനയുടെ പിൻബലമില്ലാതെ ചെയ്താൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരുപാട് സ്റ്റഡി ചെയ്തു. ഏതാണ്ട് ഒരു 10-17 വർഷത്തെ എൻ്റെ പഠനത്തിൻ്റെയും ആലോചനയുടെയും റിസർച്ചിൻ്റെ ഒക്കെ ഫലമാണ്. ഒരു ഔട്ട്ലെറ്റാണ് എൻ്റെ പ്രതികരണത്തിൻ്റെ വേണ്ടിയുള്ള ഒരു ഔട്ട്ലെറ്റാണ് എൻ്റെ കേരള പീപ്പിൾസ് പാർട്ടി. അതിന് ഇവൻ ചോദിച്ചല്ലോ ഇപ്പോൾ, അതിൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇതിനൊരു കാരണം, അതിൻ്റെ ഒരു ഇപ്പോൾ ഇവിടെ 1700 പാർട്ടികൾ ഉണ്ടാവാം. ആ 1700 പാർട്ടികൾ അല്ല കേരള പീപ്പിൾസ് പാർട്ടി. അതായത് 2004 ഒരു സെക്കൻഡ്, ഓരോ കൂടെ സമാനമായൊരു ചോദ്യം കൂടെ വരുന്നു. താങ്കൾക്ക് കൂടുതൽ മിഴിവോടെ പറയാൻ വേണ്ടി ഒരു അവസരം. ദേവട്ടാ നമസ്കാരം. നമസ്കാരം. ദേവട്ടൻ നല്ലൊരു നടനാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ സുന്ദരനായ വില്ലൻ എന്നറിയപ്പെടും. ദേവട്ടൻ സിനിമയ്ക്ക് അഭിനയത്തിന് പുറമെ തന്നെ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുള്ള ആളാണെന്ന് എനിക്കറിയാം. സ്വന്തമായിട്ടൊരു കേരള പീപ്പിൾസ് പാർട്ടി എന്നൊരു സംഘടന രൂപീകരിച്ചു. ഈ പാർട്ടി ഇപ്പോൾ കേരളത്തിലുണ്ടോ, അതോ കോൺഗ്രസുമായിട്ട് ഒരുമിച്ച് ദേവട്ടൻ ആ സംഘടനയെ വിപുലീകരിക്കുന്നുണ്ടോ? കോൺഗ്രസുമായിട്ട് ലയിച്ചിട്ടില്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ് വാസ്തവത്തിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ ന്യൂക്ലിയർ എഗ്രിമെൻ്റ് ഉള്ളൂ. നമ്മുടെ കപിൽ സിബിൽ അന്നത്തെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം എല്ലാ സ്റ്റേറ്റുകളിലും വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ, ഇത് നമുക്ക് വേണം എന്ന് പറയുന്ന അങ്ങനെ മദ്രാസിലുള്ള ഒരു സെമിനാറിൽ അവിടുത്തെ സംഘാടകർ എന്നെയും വിളിച്ചു ഇതിനകത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞു, അവരെന്നെ വിളിച്ചു. ഞാനത് 4 ക്ലോസസ് വളരെ ഡെട്രിമെൻ്റലാണ്, ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞു. 4 ക്ലോസ് അടിയിട്ട് ഞാൻ ഇത് മാറ്റണം, എങ്കിൽ നമുക്ക് സൈൻ ചെയ്യാം, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരിക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഐ നോ യു ആർ എ film actor, but who are you actually? But who are you? No, I am a film actor. No, you are a film actor. I agree with you, I admit that. You are something else. A film actor cannot talk like this. നല്ലത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, can you join me for a dinner? I mean, of course. ഇതിനെ പറ്റി കൂടുതൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിന്നറിന് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, why can't you meet our leader സോണിയ ഗാന്ധി? Of course, I will meet. ഞാൻ പറഞ്ഞു, ആരെ വേണമെങ്കിൽ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡൽഹി പോയി സോണിയാഗാന്ധിനെ മീറ്റ് ചെയ്തു. കണ്ടു. ആരുടെയും സഹായമില്ലാതെ, ഇവിടുത്തെ ഒന്നും സഹായമില്ല. നേരിട്ട് പോയി, നേരിട്ട് ആപ്ലിക്കേഷൻ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്ത്
ആപ്ലിക്കേഷൻ അവരെന്നെ വിളിച്ചു. എനിക്ക് 5 നിമിഷമാണ് തന്നത്. അപ്പോൾ ഞാൻ തന്ന ആളോട് പറഞ്ഞു, ഞാൻ വന്ന് ഇവരുടെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ പോകുന്നതല്ല, ഒരു ബൊക്കെ കൊടുത്ത് ഫോട്ടോ എടുത്ത് നിൽക്കുന്ന ഒരു ആഗ്രഹത്തിൽ പോകുന്നതല്ല, എനിക്ക് സംസാരിക്കണം അവരായിട്ട്. അയ്യോ, അതിൽ 5 നിമിഷത്തിൽ കൂടുതലൊന്നും ആരുടെ അടുത്ത് കൊടുക്കാറില്ല. ഓക്കെ, എന്തായാലും കാണാൻ അകത്ത് വരും. അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഞാൻ ചെന്ന് അവരെ എൻ്റെ ഇരിക്കാൻ പറഞ്ഞു. ശരി, ഇരുന്നു. അപ്പോൾ ഞാനൊരു 9 പേജുള്ള ഒരു നോട്ട് കൊടുത്തു. ഒരു റിപ്പോർട്ടിൻ്റെ അതിന് റിപ്പോർട്ടിൻ്റെ ഹെഡിങ് വാട്ട് വെൻ റോങ് വിത്ത് കോൺഗ്രസ്. എൻ്റെ സ്റ്റഡിയാണത്. ഞാൻ എൻ്റെ കേരള പീപ്പിൾസ് പാർട്ടിയുമായിട്ട് നടന്നപ്പോൾ, കേരളം ഒട്ടാകെ നടന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. വാട്ട് വെൻ റോങ് വിത്ത് കോൺഗ്രസ്, കോൺഗ്രസിന് എന്ത് പറ്റി, അതാണ് ഞാൻ കൊടുത്തത്. ഇവർ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചിട്ട് പറഞ്ഞു യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം യു ഹാവ് ടു റീഡ് ദിസ് റിപ്പോർട്ട്, ദെൻ ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ, then only you will understand what I am going to say. അപ്പോൾ ഇവരെന്താ നോക്കി, പിന്നെ എടുത്തു 2 പാരഗ്രാഫ് വാങ്ങിച്ചു. Can I read this after you go? ഓക്കെ. ഞാൻ പിന്നെ ബലം നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ എന്നെ ഇതിനകത്ത് കയറ്റി വിടുമ്പോൾ അവിടുത്തെ SPG ഓഫീസർ പറഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ, യുവർ ടൈം സ്റ്റാർട്ട്സ് അറ്റ് 10:30, എക്സാക്ട്ലി അറ്റ് 10:35 യു ഹാവ് ടു കം ഔട്ട്. വന്നില്ലെങ്കിൽ തന്നെ പിടിച്ച് ചവിട്ടി പുറത്താക്കും എന്നുള്ള ധ്വനിയാണ് ആ ഒരു ഇതിൽ വന്നത്. അപ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് എൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു പേടിയുണ്ട്. ഐ വാസ് നെർവസ്, ടു ബി വെരി ഫ്രാങ്ക്. ഐ വാസ് നെർവസ്. കാരണം ആരാണ് മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ യെസ് എന്താ പറയടോ എന്നുള്ളതാണ് അവരുടെ ഇത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, Madam, the present political scenario in India, especially Kerala, has been melted into a liquid form which has no direction and which has no shape to flow. What did you say? I said, Madam, the political scenario in India, especially Kerala, has been melted into a liquid form which has no shape and which has no direction to flow. Very kannaram kittu. ഹൗ ക്യാൻ യു സേ ദാറ്റ് എന്ന് പറയുമ്പോഴേക്കും ഈ SPG ഓഫീസർ വാല് തുറന്ന് അടുത്ത് കയറി. കാരണം 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടില്ല ഇവർക്ക്, ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ലല്ല, അവർ ചോദിച്ചല്ലോ, അതെ, ഹൗ ക്യാൻ യു സേ ദിസ് എന്ന് ചോദിച്ചിട്ട് എൻ്റെ ആൻസർ, അപ്പോഴേക്കും ആൻസർ പറഞ്ഞതിന് മുമ്പ് ആൾ വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു വെയിറ്റ് ഔട്ട് സൈഡ്, ഐ വിൽ കോൾ യു. അപ്പോൾ എൻ്റെ അൾട്ടിമേറ്റം തീർന്നു. അവസാനം 5 നിമിഷമുള്ള അൾട്ടിമേറ്റ്. പിന്നെ എനിക്ക് സമയമുണ്ട്. ഐ വാസ് റിലാക്സ്ഡ് ആയി. ഞാൻ പിന്നെയാണ് ദേവനായത്. എന്നെ ദേവനായി, കേരള പീപ്പിൾസ് പാർട്ടിയുടെ ആളായി. ഈ സിനിമാ നടൻ എന്നുള്ളതൊക്കെ അങ്ങ് പോയി. അല്ലെങ്കിൽ സിനിമയിലൊക്കെ വില്ലൻ കളിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദി കോൺഗ്രസ് ഹാസ് ടു ചേഞ്ച്, റീവിസിറ്റ് യുവർ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അതായത് സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യ സംസാരിക്കുന്ന കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കേരളത്തിന്റെ അതാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ടു റീവിസിറ്റ് ദി സ്ട്രാറ്റജി. അങ്ങനെ കുറേ കാര്യങ്ങൾ പടപടപടാന്ന് അങ്ങോട്ട് പറഞ്ഞു. ഇവർ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും, അതിനുള്ള മറുപടി കൊടുക്കും. അവസാനം അവർ എന്നോട് ചോദിച്ചു, what is the solution? Tell me, you have told me many issues. What is the solution? You have to change the election strategy. You have to show the blood-stained sari of Indira Gandhi to the people of India. And you have to show the blood-stained costume of Rajiv Gandhi to the people of India. And you have to show your face who pardoned the killers of your husband. Okay. അതായത് പിന്നെ രക്തക്കറയുള്ള ഇന്ദിരാഗാന്ധിയുടെ സാരിയും അതുപോലെ തന്നെ രക്തം പുരണ്ട രാജീവ് ഗാന്ധിയുടെ വസ്ത്രവും രാജീവ് ഗാന്ധിയുടെ ഘാതകർക്ക് മാപ്പ് കൊടുത്ത നിങ്ങളുടെ മുഖവും ജനങ്ങളെ കാണിക്കണം. ഇതാണ് താങ്കൾ നിർദ്ദേശിച്ച സൊല്യൂഷൻ. വളരെ നല്ലൊരു സൊല്യൂഷനായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ പെട്ടെന്ന് ഒരു ഷോക്കേറ്റമാരി. ഇവരത് എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു സാധനം. ഷീ ബിക്കെയിം ഇമോഷണൽ. അവർ വളരെ വളരെ വികാരഭരിതയായി.
അവർ എൻ്റെ ഫേസിൽ നിന്ന് മാറി ജസ്റ്റ് 1, 2, 3 ഒരു 5-6 സെക്കൻഡ് ഇങ്ങനെ ഇരുന്നു. എന്നോട് പറഞ്ഞു, യു സെഡ് ഇറ്റ്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. യു ഓൺലി സെഡ് ഇറ്റ് എന്ന് പറഞ്ഞു. എൻ്റെ ആരും ഇത് പറഞ്ഞില്ല. വലിയ വലിയ കുശാഗ്ര ബുദ്ധിയുള്ള ആൾക്കാർ ആരും പറഞ്ഞില്ല. ഇത് അത് പറയാൻ ദേവൻ വേണ്ടി വന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് പോയ സമയത്ത് അപ്പോഴേക്കും ചാനൽ, നിങ്ങളെപ്പോലുള്ള ചാനലുകാർ വന്ന് കംപ്ലീറ്റ് ദേവൻ കോൺഗ്രസിലേക്ക് ചേർന്നു എന്ന്. പിന്നെ സോണിയാഗാന്ധിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ്, സോണിയാഗാന്ധിയായിട്ട് സംസാരിച്ച ഉടനെ ഈ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള പറയാൻ എന്താണ് അർത്ഥം?